1526 മുതൽ 1857 വരെ മുഗളന്മാർ ഭരിച്ചു നശിപ്പിക്കാൻ ശ്രമിച്ച സംസ്കാരമാണ് ഭാരത സംസ്കാരം. അവര് 1856 ബാബറിന്റെ ആക്രമണത്തോടുകൂടി പാനിപ്പത്ത് യുദ്ധത്തോടുകൂടിയാണ് മുഗള സാമ്രാജ്യം ഭാരതത്തിൽ നിലവിൽ വരുന്നത്. അന്നു മുതൽ പിന്നീട് ഔറംഗസീബിന്റെ മരണശേഷം ബഹാദുർ ഷായുടെ മരണശേഷം വരെ നീണ്ടുനിന്നു മുഗൾ സാമ്രാജ്യം. 331 വർഷമാണ് ഭാരതത്തിനെ മുഗളന്മാർ ഭരിച്ച് നശിപ്പിക്കാൻ ശ്രമിച്ചത്. ഇതേ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന 1825 മുതൽ 1890 വരെ ജീവിച്ചിരുന്ന അഹല്യാബായി ഹോൾക്കർ എന്ന ധീരവനിതയെ നമുക്ക് ഏവർക്കും അറിയാം. കിഴക്കു നിന്നും പടിഞ്ഞാറ് വരെയും തെക്കു നിന്ന് വടക്കു വരെയുമുള്ള എല്ലാ ക്ഷേത്രങ്ങളുടെയും പുനരുദ്ധാരണം നടത്തിയ ധീരവനിതയാണ് അഹല്യാബായി ഹോൾക്കർ. മാൾവ സാമ്രാജ്യത്തിന്റെ അധിപനായിരുന്ന ഭർത്താവിന്റെ മരണശേഷം തന്റെ മരുമകളെ രാജ്യമേൽപ്പിച്ച് തന്റെ രാഷ്ട്രത്തിന്റെ ചെങ്കോല് മരുമകളായ അഹല്യാബായി ഹോൾക്കറെ ഏൽപ്പിക്കുകയായിരുന്നു. അന്നത്തെ കാലഘട്ടത്തില് ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ വൈധവ്യമായി കഴിഞ്ഞാൽ ഒന്നുകിൽ സതി സമ്പ്രദായം അനുചരിക്കും, അതല്ലെന്നുണ്ടെങ്കിൽ വീടിന്റെ അല്ലെങ്കിൽ കൊട്ടാരത്തിന്റെ ഒരു മൂലയിലേക്ക് മാറപ്പെടേണ്ട ആ കാലഘട്ടത്തിലാണ് അഹല്യാബായി ഹോൾക്കർ എന്ന ചക്രവർത്തിനി ലോകത്തിന് വേണ്ടിയിട്ട് നമ്മുടെ സംസ്കാരത്തെ പുനരുദ്ധരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്രയധികം കാര്യങ്ങൾ ചെയ്തത്. കാശിനാഥ ക്ഷേത്രം, സോമനാഥ ക്ഷേത്രം, ഉജ്ജയിനി, രാമേശ്വരം, ഇങ്ങനെ എല്ലാ ക്ഷേത്രങ്ങളും, ആയിരക്കണക്കിന് ക്ഷേത്രങ്ങളുടെ പുനരുദ്ധാരണം നടത്തിയത് ഒരു പുരുഷനല്ല, ഒരു സ്ത്രീയാണ്. അഹല്യാബായി ഹോൾക്കർ എന്ന ഒരമ്മയാണ്. എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ്. എനിക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ കുംഭമേളയില്, പ്രയാഗിൽ നടന്ന കുംഭമേളയില് പങ്കെടുക്കാൻ സാധിച്ചിരുന്നു. അന്ന് കാശിനാഥ ക്ഷേത്രം തൊഴുവാനും എനിക്ക് പറ്റി. അന്ന് കാശിനാഥ ക്ഷേത്രത്തിൽ പോകുമ്പോൾ അവിടെ മനസ്സിനെ സങ്കടപ്പെടുത്തുന്ന ഒരു കാഴ്ച കണ്ടു. പുറംതിരിഞ്ഞിരിക്കുന്ന നന്ദികേശനെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ഇന്ന് ഈ ക്ഷേത്രം നിർമ്മിച്ചില്ലായിരുന്നെങ്കിൽ ആ ക്ഷേത്രവും നമ്മുടെ കയ്യിൽ നിന്നും പോയേനെ. അപ്പൊ അങ്ങനെയുള്ള ക്ഷേത്ര പുനരുദ്ധാരണങ്ങൾ നടത്തിയ വനിതയാണ് അഹല്യാബായി ഹോൾക്കർ.